പോണ് പിടിച്ചോണ്ട് വാ. അച്ഛാ ഇയാളുണ്ടല്ലോ ലഹരി ഉപയോഗിച്ചു. ടെലിവിഷൻ അവാർഡ് കഴിഞ്ഞു പോയത് നന്നായി, അല്ലെങ്കിൽ ഇവക്കാരന് ഏറ്റവും വലിയ അവാർഡ്. എന്താണ് മുത്തുമണി ഈ കാണിക്കുന്നത്? നാണുമല്ല വേണു. നീ എന്തോടാ കാത്തി? എടാ നീ ഇത്തരത്തിലുള്ള മഞ്ഞ കവറ പോക്കറ്റിൽ നിന്ന് എടുത്ത കയ്യിൽ ഇങ്ങനെ കുടഞ്ഞിട്ടിട്ട് അതിങ്ങനെ ചുരുട്ടി വാരി ഇങ്ങനെ വായിക്കാത്തിട്ട് എന്തോടാ അതിന്റെ പേര്? ഹൻസ്. അതിന്റെ പേര് പറയാ ഹൈനസ് എന്ന്. ഹൈനസ് അല്ലടി അബ്ദുള്ള. പൊന്നെ ഞാൻ അതൊന്നും വെച്ചിട്ടില്ല. എന്താ പരിപാടിയാടാ കാണിച്ചേ? ഇന്ന് പെരവാസ്തോലി അല്ലായിരുന്ന കൂട്ടുകാർ വന്ന് നിർബന്ധിച്ചപ്പോ ഒരു ഗ്ലാസിന്റെ അടിയിൽ ഒരു തുള്ളി മദ്യം. എടാ വേണു, ഇന്ന് നീ ഒരു തുള്ളി പലതുള്ളി വെളുത്തുള്ളിയോ പലതുള്ളി പെരുവെള്ളം. എടാ നീ ഇന്ന് ഒരു തുള്ളി കുടിച്ചു, നാളെ 2 തുള്ളി, മറ്റന്നാൾ 1 ഗ്ലാസ്, അങ്ങനെ നീ കുടിച്ച് നീ ഒരു കുപ്പി വിഴുങ്ങും. അങ്ങനെ നീ മുഴുക്കുടിയനാവണം. എന്റെ അച്ഛൻ ചുമ്മാ സമാധാനം കളയില്ല. നല്ലൊരു ദിവസമായിട്ട് പെര വെച്ച് കേറിയതേ ഉള്ളു. അലകം ഉണ്ടാക്കരുത്. വേണു, നീ മാപ്പ് പറയണം. ആരോട് പറയണേടാ? ഒരു കാര്യം ചെയ്യാം, അച്ഛന്റെ തലയെ പിടിച്ചാൽ സത്യം ചെയ്യാം. അച്ഛന്റെ തലയെ തൊട്ട് സത്യം ചെയ്യണ്ട, എന്റെ തലയെ തൊട്ട് സത്യം ചെയ്താ എന്റെ തലയില്. ഇനി തൊടാമോ? അതോടാ. എന്റെ മുത്തുമണിയുടെ തലയാണ് സത്യം. ഇനി മദ്യമെന്ന് എഴുതി കാണിക്കുന്നിടത്ത് കഴിഞ്ഞ് പോലും ഈ വേണു പോകത്തില്ല. ഉറപ്പാണോ? ഉറപ്പാണ് മുത്തുമണി. എന്റെ മക്കളെ, ഇപ്പൊ സമാധാനം ആയല്ലോ. സമാധാനമായി. എന്റെ മോനെ, നീ ഇതുപോലുള്ള പാനീയങ്ങൾ ഇനി ഉപയോഗിക്കണം. അതൊക്കെ തെറ്റാടാ. പിന്നെ ഒരു കാര്യം ചെയ്യ്, അച്ഛൻ രാവിലെ തൊട്ട് കിടന്ന് ഓടി നടന്ന് അവിടെ ഇവിടെ എല്ലാം നടന്ന് ക്ഷീണിച്ചു വന്ന അച്ഛനൊന്ന് കുളിച്ചിട്ട് വരാം. മോള് പോയി ഇച്ചിരി ചോറെടുത്ത് വെക്കാം. ജവാന്റെ ഒരു ഫുള്ളില്ല, അരേ ഉള്ളു. എങ്ങനെ ഇരിക്കുന്നടി ഈ സാധനം എല്ലാം കൂടെ മേടിച്ച് പുള്ളി അടിച്ചിട്ട് എന്റെ തല വെച്ചാണ് നിന്റെ അച്ഛൻ. എന്തോ അച്ഛാ ഇത്? മോനെ, നീ എന്നെ ഇങ്ങനെ സംശയിക്കരുത്. ഇവൻ മുഴുക്കുടിയനാടി. ഞാനൊന്നും ചെയ്തില്ല. നിന്റെ അച്ഛന് ഭ്രാന്താണ്. എന്റെ കുഞ്ഞൻ നിനക്കറിയാമോ, ഇവനെ പാത്തിരുന്ന് കുടിക്കാൻ വേണ്ടി എന്നും കക്കൂസിന്റെ പുറകെ കൊണ്ടുവച്ചിരിക്കുന്ന സാധനമായത്. ഇവൻ കുടിച്ച് ഇവന്റെ കരള് നശിച്ചു പോകാതിരിക്കാൻ വേണ്ടി ഞാനെടുത്ത് മാറ്റി വെച്ചിരിക്കുന്ന. എന്തിനാ ഞാനിത് എടുത്തോണ്ട് നടക്കുന്നതെന്നറിയോ? എന്റെ മോക്ക് വേണ്ടി. ഞാൻ കുടിക്കത്തില്ല. നീ കുടിക്കണം നല്ല പറഞ്ഞു. അവൻ കുടിച്ച് അവന്റെ കരള് പോയി കഴിഞ്ഞാൽ എന്റെ മോൾ വിവിധയാവത്തില്ലയോ? അതുണ്ടാവാതിരിക്കാനാണ് അച്ഛൻ ഈ കുടിച്ച് അച്ഛന്റെ ത്യാഗമാണ് എന്റെ മോക്ക് വേണ്ടി. എന്റെ അച്ഛന്റെ ത്യാഗം കണ്ടോ, എന്നോടുള്ള സ്നേഹം കണ്ടോ? എന്ത് ന്യായമാണിത്? കണ്ണിച്ചോരയില്ലേ നിങ്ങൾക്കാർക്കും? ഇങ്ങനെ പറയുന്നതൊക്കെ വെറും എന്നോടോ മുത്തുമണി? എന്നോടോ? I buried the vacant sin and his very communication. Your father, blood is thicker than water. I will test it. Stop. I will ദൈവം തമ്പുരാനെ, ഇംഗ്ലീഷ് സിനിമയുടെ ഷൂട്ട് നടക്കുന്ന ഇവിടെ. അച്ഛൻ നിൽക്കുന്ന ശ്രദ്ധിച്ചില്ല. അതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പൊ നിനക്ക് എന്നെ വിശ്വാസമായല്ലോ. വിശ്വാസമായി. ഇങ്ങനൊന്നും ഒരു പ്രശ്നവും ഇല്ല കേട്ടോ. ചേട്ടാ, രാവിലെ തൊട്ട് നിൽക്കുവല്ലയോ, ഞാൻ പോയി കുളിച്ചിട്ട് വരട്ടെ. നിക്ക് കുളിക്കാനൊക്കെ വരട്ട്. നമ്മുടെ ഇനി ഏത് ഗിഫ്റ്റ് ആണ് പൊട്ടിക്കാനുള്ളത്? ഇനിയുള്ളതെന്ന് പറഞ്ഞാൽ ചേട്ടന്റെ മറ്റേ പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിലെ പിള്ളേർ തന്ന ഗിഫ്റ്റ് ഉണ്ടല്ലോ, വാട്സപ്പ് കൂട്ടായ്മയിലെ. കണ്ടോ അത് പറയുമ്പോഴും മുത്തുമണിക്ക് ഒരു മുള്ളു വെച്ച വർത്താനം. എന്റെ കൂടെ പഠിച്ച പിള്ളേരാ വാട്സപ്പ് കൂട്ടായ്മ, അതിന് ഞാനും ഉണ്ട്. ഇവരെ എന്റെ പെരവാസ്തോലിക്ക് വിളിക്കുന്ന കാര്യം പറഞ്ഞപ്പോ മുത്തുമണിക്ക് വലുതായിട്ട് ഇഷ്ടപ്പെട്ടില്ല. ഷാറൂഖ് ഖാന്റെ പരസ്യത്തിൽ ഷാറൂഖ് ഖാൻ പറഞ്ഞിട്ടുണ്ട്, എന്താ പറയുക, ബാത്റൂം കഴിയുന്ന പരസ്യത്തിൽ എത്ര കഴിയാലും ഒരു കീടാണുമെങ്കിലും മിച്ചം കാണുമെന്ന്. എന്നെ പറ്റി ഒരു സംശയം പോലും മുത്തുമണിക്ക് ഉണ്ടാവരുത്. അതുകൊണ്ട് വാട്സപ്പ് കൂട്ടായ്മയുടെ ഗിഫ്റ്റ് നീ പൊട്ടിച്ച. ഞാൻ പൊട്ടിക്കുന്നില്ല.